ഈ ഇരുനില വീട്ടിലാണ് കേരളത്തെ നടുക്കിയ അരുങ്കൊലയുടെ തുടക്കവും ഒടുക്കവും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഈ വീട്ടിലാണ് കൊല ആസൂത്രണം ചെയ്ത് പ്രതി അഫാൻ ആദ്യ കുറ്റകൃത്യം ചെയ്യുന്നത്. അഫാന്റെ ഉമ്മയോടാണ് പണത്തിന് വേണ്ടി ആദ്യം തർക്കമുണ്ടാകുന്നത്. പണം കിട്ടാതെ വന്നതോടുകൂടി ഉമ്മയുടെ കഴുത്ത് ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ച ശേഷം നിലത്ത് ഇടിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ചുറ്റിക കൊണ്ട് തലയ്ക്കും നിരവധി വട്ടം ഇടിച്ചു. ഉമ്മ മരിച്ചെന്ന് കരുതി റൂം പൂട്ടിയ ശേഷം ഈ പ്രതി പിന്നീട് വീട് വിട്ട് ബൈക്കിൽ പുറത്തേക്ക് പോവുകയാണ്. അഫ്സാന്റെ അടുത്ത ഇര താഴെ പാങ്ങോട്ടെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ബാപ്പയുടെ ഉമ്മ സൽമാ ബീവിയായിരുന്നു. 25 കിലോമീറ്റർ ഇപ്പുറമുള്ള ഈ വീട്ടിലെത്തി പ്രതി സൽമാ ബീവിയോട് സ്വർണവും പണവും ആവശ്യപ്പെട്ടതാണ് നിഗമനം. തുടർന്ന് തർക്കമുണ്ടായി. ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. തലയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. പലതവണ സൽമാ ബീവിയോട് പ്രതി സ്വർണവും പണവും ആവശ്യപ്പെട്ടിരുന്നതായി സൽമാ ബീവിയുടെ മൂത്ത മകൻ പറയുന്നു. ഏറ്റവും ഒടുവിൽ ചോദിച്ചപ്പോൾ ഉമ നൽകില്ലെന്നാണ് പറഞ്ഞത്. വലിയ ബുദ്ധിമുട്ടായിരുന്നു സാമ്പത്തികമായിട്ട്. ഇവിടെ വന്ന് ഉമ്മാടൊക്കെ ചോദിക്കുമായിരുന്നു, പൈസ വല്ലതും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉരുപ്പടി ഉണ്ടെങ്കിൽ തിരിച്ചുകൊണ്ട് കൊടുക്കും. അതിന് വീസ അടയ്ക്കണം, അതിന് പൈസ ഇല്ല, എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിൽ വേണമെന്നോ പറഞ്ഞ് ഇതിൻ്റെ ഞാൻ തരൂല. മുത്തശ്ശിയെ കൊന്ന് അഫാൻ പിന്നീടെത്തിയത് പേരുമലയിലെ വീട്ടിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള എസൻപുരത്തെ ഈ ബന്ധു വീട്ടിലേക്ക്. അഫാനും പെൺ സുഹൃത്തും തമ്മിലുള്ള ബന്ധം വീട്ടിൽ തർക്കമായതിനെ തുടർന്ന് ബാപ്പയുടെ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ഇടപെട്ടിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ ഇവിടെ എത്തിയ അഫാൻ അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റിക കൊണ്ട് അടിക്കുന്നു. 20ഓളം അടി ലത്തീഫിന് ഏറ്റെന്നാണ് പോലീസ് പറയുന്നത്. കൊലയ്ക്ക് ശേഷം ഈ വീട്ടിൽ നിന്നും അഫാൻ ഇറങ്ങി. ഇതാണ് അഫാന്റെ പെൺ സുഹൃത്ത് ഫർസാനയുടെ വെഞ്ഞാറമൂട് മുക്കന്നൂരിലെ വീട്. ഇവിടെ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 3:30 ട്യൂഷൻ എന്ന് പറഞ്ഞാണ് ഫർസാന ഇറങ്ങിയത്. കൂട്ടിക്കൊണ്ടുപോകാനായി ബൈക്കിൽ അഫാൻ കാത്തുനിന്നു. ഒന്നും അറിയാതെ ഫർസാന അഫാനൊപ്പം പേരുമലയിലെ വീട്ടിലേക്ക്. കൊലപാതക പരമ്പരയുടെ ഒടുക്കവും ഇതേ വീട്ടിലാണ്. 4 മണിയോടെയാണ് സ്കൂൾ വിട്ട് അഫാന്റെ കുഞ്ഞനുജൻ വീട്ടിലേക്ക് വരുന്നത്. ഈ ഘട്ടത്തിൽ പ്രതി അനുജനെയും കൂട്ടി ബൈക്കിൽ വെഞ്ഞാറമൂടിലേക്ക് പോവുകയും മന്തി വാങ്ങുകയും ചെയ്തു. ഈ മന്തി ഒരു ഓട്ടോറിക്ഷയിൽ അനുജന് കൊടുത്ത് വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ഈ ഘട്ടത്തിൽ പ്രതി വീട്ടിലേക്ക് വന്നിരുന്നില്ല. പിന്നീട് അനുജൻ വീട്ടിലെത്തി വാതിൽ തുറക്കാതായപ്പോൾ സമീപത്തെ വീട്ടിലേക്ക് പോയാണ് ഉമ്മയെപ്പറ്റി അന്വേഷിക്കുന്നത്. പക്ഷേ ഉമ്മ വീട്ടിലില്ലെന്ന് കരുതി വീണ്ടും ഫോണിൽ വിളിച്ചപ്പോൾ ഈ ഫോൺ എടുക്കുന്നത് പോലും പ്രതി അഫാനാണ്. അഫാൻ ഉടൻ തന്നെ വീട്ടിലേക്ക് വരികയാണ്. ഇതിന് ദൃക്സാക്ഷികളുമുണ്ട്. അതിനുശേഷമാണ് ഈ കുഞ്ഞനുജനുമായി പ്രതി അഫാൻ വീടിനകത്തേക്ക് കയറി പോകുന്നത്. പിന്നീട് കേരളം കേട്ടത് നടുക്കുന്ന കൊലപാതക പരമ്പരയുടെ വിവരങ്ങളാണ്. ഈ കുറ്റകൃത്യം നടത്തിയ പ്രതി വീട്ടിൽ നിന്ന് കുളിച്ച് വസ്ത്രം മാറിയ ശേഷം ഈ ഗേറ്റ് താക്കോലിട്ട് പൂട്ടിയാണ് വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ ഹാജരായി ഒരു കൂസലുമില്ലാതെ 6 പേരെ ഞാൻ കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് വെളിപ്പെടുത്തുന്നു.